അയ്യേ ഇത്തിരി തോൽവിയായിട്ടാണോ ഒരു പെണ്ണ് കാണാൻ വരുന്നത്? കുട്ടി ഒളിഞ്ഞു നോക്കുന്ന ആംഗിൾ ഏതാ? ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒളിഞ്ഞു നോക്കുന്ന പറഞ്ഞു. തെങ്ങിപ്പന്നെ ചതിച്ചാണ്. എന്റെ തൊട്ട് ബാക്കിൽ ഒരു വലിയ തേങ്ങ താഴേക്ക് ഇട്ട്. ആക്ച്വലി നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? എന്തിനാ പോണേ? പെണ്ണ് ഇതല്ലേ ഇന്നാള് കഴിഞ്ഞത്? ഇന്നാള് കഴിഞ്ഞിട്ട് വീഡിയോ നമ്മൾ ഇട്ടല്ലേ? അമ്മേന്റെ വീട്ടില് പോന്നു, വീട് കാണാൻ. എന്റെ ഭാര്യ ആവാൻ പോകുന്ന കുട്ടിയുടെ വീട്ടിലേക്ക് അൺഒഫീഷ്യൽ ആയിട്ട് പോകുന്നു. അത് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇപ്പൊ തന്നെ പോണേ? അവരോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാൻ നമ്മൾ അങ്ങോട്ട് അത് ഫോട്ടോ വിളിച്ച് പറഞ്ഞാ പോരെ? മുഖതാവിൽ പറയണം. അതാണ് അതിന്റെ കാരണവന്മാരുടെ രീതി. അറിയാൻ പാടില്ല. ഇവരുണ്ട് ഇപ്പൊ പെണ്ണ് കാണാൻ പോണെന്ന് പറയുന്നത്. അതായത് ഇവന്റെ ജീവിതത്തിൽ ഇനി പെണ്ണ് കാണൽ ചിലപ്പോ നടന്നിട്ടില്ലെങ്കിലോ എന്നുള്ളതിനെ കൊണ്ട് ആ ഒരു കുറവില്ലാണ്ട് നിൽക്കാൻ വേണ്ടിട്ട് പെണ്ണ് കാണാൻ വേണ്ടിട്ട് പോകുന്നു. ഇതിപ്പോ സമയം ഭയങ്കര ലേറ്റായി. ഇപ്പൊ നമ്മൾ എത്തുമ്പോഴേക്ക് രാത്രി. ഇതിപ്പോ നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പരിപാടി തീർത്തരാം. ഈ ഒരു ബുദ്ധിമുട്ടിലാണ്. ഇതൊക്കെ രാവിലെ ശുഭകാര്യെ പുലർകാലെ ലക്ഷണു. പക്ഷെ അതൊക്കെ ഒഫീഷ്യലായിട്ട് പോകുമ്പോഴല്ലേ ഇത് വീഡിയോ എടുത്തിട്ടാണ് പാസ് ചെയ്ത് പോകുമ്പോ വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യുന്ന നമ്മളാണ്. ഞങ്ങൾ ഇതുവഴി പാസ് ചെയ്ത് പോകായിരുന്നു. അപ്പൊ കയറുകയാണെന്ന് പറയാം. അമ്മയുടെ വീട്ടുകാർ മനസ്സിലാക്കണം, ഞങ്ങൾ അതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ ജസ്റ്റ് അവിടെ കയറിയതാണ് കേട്ടോ, അല്ലാണ്ട് അങ്ങോട്ട് വരുന്നതല്ല. വണ്ടി തിരിച്ചിടാൻ അത് ചെറുക്കൻ കേറിയില്ലല്ലോ. അതായത് ഇത് മറ്റേ സാധനം പറക്കുന്നളിക. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ വണ്ടി പിന്നോട്ടല്ല മുന്നോട്ടാ എടുക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ കേറില്ല. ആ പോക്കുഴലിന്റെ അടുത്ത് മാറിയെന്നുള്ളൂ കേട്ടോ. യഥാർത്ഥത്തിൽ മണവാളൻ ലുക്കിൽ വരുന്നത് അച്ഛനാണ്. അച്ഛൻ ബേക്കിൽ, അമ്മയും ബേക്കിൽ. നീ മെയിൻ ആയിരിക്കും അല്ലേ? മാമന്റെ ആദ്യത്തെ കല്യാണമാണ്. ഗൈസ് ഇത് റിപ്പീറ്റ് കോണ്ടന്റ് അല്ല. അതായത് ലാസ്റ്റ് ടൈം പെണ്ണ് ആണിനെ കാണുന്ന ചടങ്ങായിരുന്നു. ഇത് ആണ് പെണ്ണിനെ കാണുന്ന ചടങ്ങാണ്. അതുവഴി പോകുമ്പോ ഞങ്ങൾ അവിടത്തേക്കല്ല പോകുന്നത്. ഞങ്ങൾ ആ വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞങ്ങളൊന്ന് ഡിബേറ്റ് ചെയ്തിട്ട് ആ വീട്ടിലേക്ക് ഒന്ന് കയറാന്നുള്ള തീരുമാനം എടുത്തതാണ്. ആരും തെറ്റിദ്ധരിക്കരുത്, പ്രത്യേകിച്ച് അവരുടെ വീട്ടുകാര്. അടുത്തോട്ടുള്ള റോഡാ? പെൺകുട്ടിയുടെ അച്ഛൻ അവന് വഴി പറഞ്ഞു കൊടുക്കുക. അവൻ ഇതുവരെ അറിയാത്തത് പോലെ അവൻ ആ ചുറ്റുവട്ടത്തിൽ തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന, അവൻ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. എന്നാ പീഡിയന്റെ അടുത്ത് അടുത്ത വീടുന്നാ, അടുത്ത ഭാഗത്തെ വീടുന്ന ആ ചെറുക്കൻ അറിയില്ല, അറിയാത്ത ചെറുക്കനാ. ഞാൻ ഇന്ന് കസവ് മുണ്ടൊക്കെ കൊടുത്തിട്ട് സെറ്റപ്പ് ആയിട്ട് വന്നപ്പോ അതൊക്കെ എന്നെ കൊണ്ട് ഊരിപ്പിച്ച് ലോക്കലാക്കിപ്പിച്ചിട്ടാണ് എന്നെ കൊണ്ടുപോണത്. ഇതൊക്കെ ഉണ്ടായതല്ലേ ഇപ്പൊ? ഞാൻ കസവ് എടുത്തിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ? ഇനി കസവെടുക്കാൻ വേണ്ടിയുണ്ടല്ലോ, 2 പ്രോഗ്രാം വരുന്നുണ്ടല്ലോ. അമ്മാവന്റെ സ്ഥാനത്ത് നിങ്ങളാണല്ലോ ചോദിച്ചത്. ഞാനിങ്ങനെ വരും, ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോ ഇങ്ങനെ കട്ടനില്ലേ ഫ്രണ്ടിത്തെ പിന്നെ ഇതിന്റെ ജനലിന്റെ, അത് മാറ്റിട്ട് ഇങ്ങനെ നോക്കാം നാണത്തോടെ. എന്നിട്ട് ചിരിക്ക. അമ്മേനെ എന്നിട്ട് നുള്ള. പണിക്കാരനായിട്ട് കുട്ടിയാ മതി. ഇവൻ അവിടെ എന്റെ വീട്ടിലെ പണിക്ക് വരുന്ന കോൺട്രാക്ടിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വരുന്നതെന്ന് വിചാരിച്ചാ മതി. എന്റത് അങ്ങനെ ഒരു കാണണ്ടേ. ഞാൻ നിങ്ങളെ വീട് മൊത്തത്തിൽ നോക്കിയെടുത്ത ഒരു മാനേജറായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടാ മതി. എന്നിട്ട് വന്നിട്ട് പിന്നെ അമ്മയുടെ ബാക്കിലൊക്കെ നിന്നിട്ട് ആ സീനൊക്കെ ഉണ്ടാവോ? എന്തെന്നാണ് പിന്നെ എന്ത് തേങ്ങ ഞാൻ ഇടുന്ന ഖത്തറിന്ന് ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ പിടിച്ചിരിക്കണേ? നീ അനക്ക് നല്ല വിഷ്വൽ ട്രീറ്റ് തരണോ ടോട്ടലി? അവിടെ വേറെ പെൺപിള്ളേരൊക്കെ ഉണ്ടോ? മറ്റേ കസിൻസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? ആ പിള്ളേരോടൊക്കെ നിന്റെ തമാശയാക്കാനൊക്കെ പറയണം, ടീസ് ചെയ്യാനൊക്കെ. ശരി ശരി, ഞങ്ങളിപ്പോ എത്തും. ആണോ? അല്ല, അച്ഛൻ എത്ര കാണാൻ? അച്ഛൻ 2 കണ്ടിട്ടുള്ളൂ. അമ്മയോ?
എന്റെ വീട്ടിൽ കൊറേ ആള് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണം കണക്കൊന്നുമില്ല. ക്യൂ പോലെ ആയിരിക്കും അല്ലേ, ഒരു ടീം കഴിഞ്ഞിട്ട് അടുത്ത ടീം. അല്ല, അച്ഛൻ കാണാൻ വന്നപ്പോ ഞാൻ പറഞ്ഞ അമ്മയെ കൊറേ 2-3 ആളുണ്ട് വന്നിട്ട് പശുവിനെ കാണാൻ വന്നാണോ പെണ്ണ് കാണാൻ വന്നാണോ എന്ന് അറിയൂല. എന്നെ അവരെന്തായാലും നോക്കിയിട്ടുണ്ട് നല്ലോണം. വെള്ളം കൊണ്ടു കൊടുക്കൂലെന്ന്. അച്ഛൻ ചെരുപ്പ് ഇരുന്നതാ ഞാൻ കാണുന്നത്. അപ്പൊ അമ്മയോട് ഞാൻ പോയി പറഞ്ഞു, ഞാന് റേഡിയോ പരിപാടിയൊക്കെ ഉച്ചയ്ക്ക് ശേഷം. അന്നേരം അമ്മയോട് പോയി പറഞ്ഞു, ഇവിടെ 2-3 പേരുണ്ട് വന്നിട്ട് പശുവിനെ നോക്കാൻ വന്നാണോ പെണ്ണാണോ വന്നോന്ന് അറിയില്ല. അന്നേരം അമ്മ പോയി ഇവരോട് ഇരിക്കാനെല്ലാം പറഞ്ഞ് അന്നേരം വെള്ളം കുടിച്ച് അങ്ങനേരൊക്കെ പോയി. നിങ്ങൾക്ക് പശുവാണോ വേണ്ടത് പെണ്ണാണോ വേണ്ടത്, എന്താണ് നിങ്ങൾ നോക്കുന്നത്? അയ്യേ, ഇത്രയും തോൽവിയായിട്ടാണോ ഒരു പെണ്ണ് കാണാൻ വരുന്നത്? ഡ്രസ്സൊക്കെ മാറ്റായിരുന്നല്ലേ? നിങ്ങൾ മാത്രമേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൂ കേട്ടോ. ഞാനും വൃത്തിയുള്ളതായിരുന്നു, എന്നെ നശിപ്പിച്ചത്. ശരിക്കും അപ്പൂസ് ഭയങ്കര ലുക്കിൽ ഇറങ്ങിയതാണ്, വഴിയിൽ വെച്ചിട്ട് ഡ്രസ്സ് മാറ്റിയതാണ്. കുട്ടിയെ ഒളിഞ്ഞു നോക്കുന്ന ആംഗിൾ ഏതാ? ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒളിഞ്ഞു നോക്കുന്ന പറഞ്ഞു. ഹായ്, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ ആംഗിൾ നോക്കടേ. അങ്ങ് അവിടുന്ന് ആ കോർണറിൽ പോയിട്ട് ഒളിഞ്ഞു നോക്ക്. അവിടെ നിന്ന് ഇങ്ങനെ എന്നിട്ട് നോക്കി ചിരിച്ചിട്ട് ഓട്, കസിൻസിന്റെ ഒക്കെ കൂടെ. കുട്ടിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അന്നത്തേത് പിന്നെ രസം ഉണ്ടായിരുന്നു, ഇന്നത്തേത് അവാർഡ് സാധനം പോലെയല്ല. അത് പറയാൻ മറന്നുപോയി. ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ പോവായിരുന്നേ. അപ്പൊ വടകരക്ക് പോകുമ്പോ ഈ പെൺകുട്ടിയുടെ വീട് ഈ ചുറ്റുവട്ടത്താണല്ലോ എന്നുള്ളതിനെ കൊണ്ട് ചുമ്മാ കരുത്, ഇങ്ങോട്ടായിട്ട് വന്നതല്ല കേട്ടോ. അല്ലേ? ഓക്കെ. നിങ്ങള് മെയിൻ ആർട്ടിസ്റ്റുകൾ, നിങ്ങളുടെ മറവിൽ ഇവളിങ്ങനെ നാണിച്ചു നിൽക്കാൻ വേണ്ടത്. ഇത് ഇവളെക്കാളും കൂടുതൽ നാണിച്ചോടി നിങ്ങളാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കപ്പിൾ സെറ്റ് ആയിക്കോ, നൈസല്ലേ? നീ ഉണ്ടല്ലോ അറിയാത്ത പോലെ പൊട്ടർ പോലെ നിക്ക, പെട്ടെന്ന് നിന്നിട്ട്. അല്ലെങ്കിൽ അതെ, അത് ഡാൻസിൽ മാത്രമല്ല, ടോട്ടലി. താങ്ക് യു. എനിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് ആകെപ്പാടെ പെണ്ണ് കാണലൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റിയിട്ടുള്ളത്. നിങ്ങളെയാണ് ശരിക്കും ആക്റ്റീവായിട്ട് ഞാൻ കാണണമെന്ന് വിചാരിച്ചത്. പക്ഷെ നിങ്ങളാണ് ഇവളെക്കാളും നാണക്കാരികള്. ജിലേബി ലഡു കഴിക്കൂ. എന്റെ മൊബൈൽ നമ്പറൊക്കെ വാങ്ങിക്കോട്ടോ. കുട്ടിയുടെ പേര് വെക്കാൻ പറഞ്ഞേ, കുട്ടിയുടെ പേര് വെക്കാൻ പറഞ്ഞേ. ഇറങ്ങാൻ തോന്നുമ്പോ അത്ര വലിയ താല്പര്യമില്ല. അത് കറക്റ്റ് ഞാൻ ഓണാക്കി നമ്മ തന്നെ കാണുന്ന കാഴ്ച കഴിഞ്ഞ എന്നാ ഉണ്ടാക്കിയത്? ഓളുണ്ടാക്കിയതാണോ? ശരിക്കും പറയാന്നപ്പോ ശരിക്കും ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ അതിന്റെ അടുത്ത് തന്നെ പോയിട്ടുണ്ട്. എന്റെ അമ്മയാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഓൾറെഡി കഴിച്ചതാ.
പക്ഷെ അപ്പൂസിന് അറിയാവുന്ന ഫുഡ് ഉണ്ടാവുന്നു, അതുകൊണ്ട് അപ്പൂസ് ആദ്യം വേണ്ടെന്ന് പറയും, പിന്നീട് കഴിക്കാന്നുള്ളതായിരുന്നു അവന്റെ തീരുമാനം. പക്ഷെ ഇവരൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഹെവി ഫുഡ് കഴിച്ചു, ഇവൻ ഉച്ചക്ക് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ചോറും സാമ്പാറും മീൻകറിയും മീൻ പൊരിച്ചതും കഴിച്ചിട്ട് പോയാ മതി. നിർബന്ധിച്ചാ പിന്നെ കഴിക്കാന്നല്ലാണ്ട് എന്താ ചെയ്യാ. പക്ഷെ എനിക്കിനി സ്ഥലമില്ല, എനിക്ക് കഴിക്കാറാവില്ല. ഞാൻ ഉച്ചക്ക് ഹെവി കഴിച്ചു പോയി. ഹെവി മെനു, ഡയറ്റ് മെനു. അതെന്താ ഇത് കടയിൽ നിന്ന് വാങ്ങിയതല്ലേ? ഇത് നീ മുറിച്ചതാ? പൈനാപ്പിൾ നന്നായിരുന്നു കേട്ടാ. നീ മുറിച്ചോണ്ടാ നന്നായിരുന്നു. നെയ്പ്പത്തില് ഇങ്ങനെ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. പണിക്കര് അത് സ്വപ്നത്തിൽ തന്നെ വെച്ചോന്നാ അപ്പൊ പറയുന്നത്. ഈ ഫുഡ് ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ മണം കിട്ടിയ ബന്ധം പോലും അവക്കില്ല. ഇവിടെ അങ്ങനെയൊക്കെ പറഞ്ഞത് വലിയ പ്രശ്നമാണ്. ഇവിടെയുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ടാക്കിയതാണെന്ന് അവകാശമെന്നും പറഞ്ഞു. ഇനി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് അച്ഛൻ ചോദിക്കുക അന്നത്തെ ആ സാധനത്തിന്റെ ടേസ്റ്റ് ഇല്ലല്ലോ എന്ന്. അടുക്കള മാറി, പിന്നെ മസാല മാറി. വൺ ടൈം വണ്ടർ ആണെന്ന് ഈശ ഡയലോഗ് പറയുന്നത്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കൂടെ വരുന്നു, ഞങ്ങളുടെ കൂടെ. അപ്പൊ ഹാപ്പി പെണ്ണ് കാണൽ. ഇനി പാർട്ട് 2, ഹാപ്പി പെണ്ണ് കാണൽ പാർട്ട് 2. ഇനി അടുത്ത ആഴ്ച ഇതിന്റെ പാർട്ട് 3 വരുന്നുണ്ട്. വേറെ പല പരിപാടികൾ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ക്ലൈമാക്സ്, രാവിലെ തന്നെ ചതിക്കാൻ നോക്കിയ തെങ്ങിന് ഒരു ഹെൽമെറ്റ് ഇട്ട ചേട്ടൻ വന്നിട്ട് മുച്ചൂടും വെട്ടി നിരപ്പാക്കി, എല്ലാ മടലും തേങ്ങയൊക്കെ വെട്ടി താഴിട്ടു. സോ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നാട്ടിലെ വീഡിയോസ് ഇനിയുള്ളത് കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്തായാലും ഒന്ന് പരിഗണിക്കണം കേട്ടോ. ഒരു 100K ഒക്കെ അടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് യൂട്യൂബിൽ. ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ആൾക്കാർ ഫോളോ ചെയ്യുക എന്നുള്ള റിക്വസ്റ്റ് കൂടി പറയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ വരും. നാട്ടിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റുകൾ എഴുതി അറിയിക്കുക കേട്ടോ. ഈ മരത്തിൽ വള്ളി പോലെ പടർന്നു കിടക്കുന്ന ചെടിയില്ലേ, ഇതിനൊരു വലിയ പേരുണ്ട് പോലും. മോൺസ്റ്റർ അഡൻസോണി. ഒന്നുണ്ട് മോൺസ്റ്റർ അഡൻസോണി. മോൺസ്റ്റർ അഡൽസോണില്ല, അഡൻസോണി. എൻ്റെ ഷർട്ട് ഇച്ചിരി കളർ കൂടിപ്പോയി എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. ഇത്രയും കളർ വേണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങളുടെ അപ്പൂസിൻ്റെ പെണ്ണ് കാണൽ ചടങ്ങ് അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കണ്ണൂരേക്ക് തന്നെ പോവാണ്. അതിനായിട്ട് വന്നതായിരുന്നു ഇവിടെ. അവിടെ ആ പശുവിൻ്റെ കാലിൻ്റെ സൈഡിലൂടെ നോക്കിയൊരു വാഴ ഉണ്ടോ, ഇത് അക്ഷയ വെച്ചേക്കുന്ന വാഴ പോലും. അത് അതിന് മേലേക്ക് വളർന്നില്ല. അതേ സമയത്ത് അമ്മ ഇപ്പുറത്ത് വെച്ച വാഴ 3 ഇലയൊക്കെ വന്നു. വേറൊരു വാഴ അതേ തഴച്ച് വളർന്നു നിൽക്കുന്നു. അപ്പൂസ് പറഞ്ഞ കറക്റ്റ് ആട്ടോ. നിങ്ങളെ കാണുന്ന റെഡ് ലേഡി പപ്പായ പോലെയുണ്ട്. ഈ ടൈപ്പ് കളർഫുൾ ആയിട്ടുള്ള കുപ്പായം എനിക്ക് അയക്കാന്ന് പറയുന്ന ഒറ്റ ടീമേ അയക്കുള്ളൂ. അത് SQ കൊച്ചി അവന്മാര് മാത്രമേ ഇങ്ങനെയുള്ള സാധനങ്ങൾ അയക്കുള്ളൂ. അപ്പോൾ അവരുടെ ഒരു കളക്ഷനുള്ള സാധനമാണ്. കക്കട്ടിലെ ബ്രസീൽ ഫാൻസ് പറങ്കിപ്പട അർജന്റീനയുടെ വലിയ ഫ്ലെക്സ്. ഇതല്ലേ കക്കട്ടിൽ? ആരാ ചോദിച്ച കക്കട്ടില് കാണിച്ചില്ലല്ലോ, കക്കട്ടിൽ എന്താ മിസ്സാക്കിയത്? നിങ്ങളുടെ കക്കട്ടിൽ ഇതാണ്. നിങ്ങളുടെ കക്കട്ടിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ മനസ്സ് നിറയെ കണ്ടോളൂ. കല്ലാച്ചി ടൗൺ ആപ്കാ സ്വാഗത് ഹേ. ഇത് നാദാപുരം ബസ് സ്റ്റാൻഡാ. ഞാൻ ഇതുവരെ അങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ. അല്ല, വെറുതെ എങ്കിലും പോലും പോയിട്ടാണ്. ഞാൻ ഇന്നലെ ഇവിടെ വണ്ടി നിർത്തിയിട്ടാണ് അങ്ങേക്കും കുറേ ദൂരം നടന്നത്, ഇങ്ങേക്കും കുറേ ദൂരം നടന്നത്. നീ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ജസീം ലവ് നജ എവിടെ പോലെ കണ്ടേ, ആ വണ്ടിയുടെ പുറത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു പാത്തിപ്പാലം. അതിൻ്റെ പുറത്ത് ആ പൊടീൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പണ്ട് നമ്മളൊക്കെ അതേതോ പിള്ളേര് എഴുതി തോന്നുന്നത്. നീ എത്ര ഭാഗ്യവതി, ഞാൻ എത്ര ഭാഗ്യവാൻ. ഞങ്ങള് വീട്ടിലേക്ക് പോകുമ്പോ കറക്റ്റ് രാതുമ്പോൾ ബസ്സിന് വന്നിറങ്ങുന്നു. പക്ഷെ നീ വണ്ടി എടുത്തിട്ടുണ്ടാവില്ലേ? എന്റെ വണ്ടീന്റെ മോള് കെട്ടിട്ട് പോവാം. വാങ്ങണോ?
എന്തേലും വീട്ടിലുണ്ടോ? വീട്ടിലൊന്നും ഇല്ല മതി.